രാജഭരണകാലം മുതൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്. ഇത് മാലിന്യവാഹിനിയായിട്ട് വർഷങ്ങളായി. മുൻപ് തെളിനീരൊഴുകിയിരുന്ന തോട്ടിൽ ഇന്ന് ചപ്പ് ചവറുകൾ അടിഞ്ഞ് അഴുക്ക് വെള്ളമായി ഒഴുകുന്നു. ശുചിയാക്കും തോറും ഒഴിയാത്ത തരം മാലിന്യമാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ആമയിഴഞ്ചാൻ തോടിനെ മലിനമാക്കി നിർത്തുന്നത്. ഇതിന് പ്രധാന കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തിറങ്ങുന്നവരടക്കം മാലിന്യം തള്ളുന്നത് നിയന്ത്രിക്കാൻ സംവിധാനമില്ലാത്തതാണ്. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലെ കടകളിലെയും ഹോട്ടലുകളിലെയും വേസ്റ്റുകളടക്കം ഒഴുകിയെത്തുന്നതും റെയിൽവേ സ്റ്റേഷന് സമീപമെത്തുമ്പോൾ തോടിൻ്റെ വീതി കുറയുന്നതും വെല്ലുവിളിയാണ്. റെയിൽവേയുടെ അധീനതയിലുള്ള തോടിൻ്റെ ഭാഗത്തെ മാലിന്യം നീക്കം ചെയ്യാൻ റെയിൽവേ ഒരിക്കലും സംസ്ഥാന സർക്കാരിനെയോ തിരുവനന്തപുരം കോർപ്പറേഷനെയോ അനുവദിക്കാറില്ല എന്നാണ് കോർപ്പറേഷൻ്റെ ആരോപണം. കഴിഞ്ഞ വർഷം 3 ദിവസം കൊണ്ട് ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്ന് വാരിയത് 7 ലോഡിലധികം മാലിന്യമാണ്. പ്ലാസ്റ്റിക്കിനും ഇറച്ചു മാലിന്യത്തിനും പുറമെ പഴയ ടെലിവിഷനും മെത്തയും കമ്പിക്കഷ്ണങ്ങളും തുടങ്ങി ഉപയോഗശൂന്യമായതെല്ലാം തോട്ടിലുണ്ടായിരുന്നു. നഗരത്തിലെ വെള്ളക്കെട്ടിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യമാണ്. മഴക്കാലത്ത് തോട് കരകവിഞ്ഞൊഴുകുന്നതും പതിവാണ്. മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ തോടിൻ്റെ കരയിൽ നിരീക്ഷണ ക്യാമറകൾ, മാലിന്യമിടാൻ ചവർ വീപ്പകൾ, തോടിൻ്റെ സംരക്ഷണ ഭിത്തിയിൽ കമ്പിവേലി തുടങ്ങി പ്രതിരോധ പ്രവർത്തനങ്ങൾ പലതും നടത്തിയിട്ടുണ്ടെങ്കിലും ഫലം മാത്രം ശൂന്യം. പാഴായത് കോടികൾ. ബജറ്റിൽ ഉൾപ്പെടെ കോടികൾ പ്രഖ്യാപിച്ചിട്ടും അനുവദിച്ചിട്ടും തോടിൻ്റെ അവസ്ഥയിൽ മാത്രം കാര്യമായ മാറ്റമുണ്ടായില്ല. തോടിൻ്റെ ശുചീകരണത്തിനും സംരക്ഷണത്തിനുമായി ആദ്യം 25 കോടി രൂപയും 2022-23 ബജറ്റിൽ 12 കോടി രൂപയുമാണ് അനുവദിച്ചത്. ഇതൊക്കെ എവിടെ പോയി? കണ്ണമ്മൂല മുതൽ നെല്ലിക്കുഴി വരെ തോട് വൃത്തിയാക്കി ആഴം കൂട്ടുന്നതിനായിരുന്നു 25 കോടി രൂപ. മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിട്ടും പ്രവർത്തനങ്ങൾ പൂർത്തിയായില്ല. നെല്ലിക്കുഴി മുതൽ ആക്കുളം കായൽ വരെയുള്ള ഭാഗത്തെ പ്രവർത്തനങ്ങൾക്കാണ് 12 കോടി രൂപ അനുവദിച്ചത്. 12 കിലോമീറ്ററാണ് തോടിൻ്റെ നീളം. നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെയും സർക്കാരിൻ്റെയും ഏറ്റവും ശക്തമായ ഇടപെടലായിരുന്നു ഓപ്പറേഷൻ അനന്ത. തമ്പാനൂർ, ചാല, പഴവങ്ങാടി മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന പല കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ചു. ഓടകൾക്ക് മുകളിലെ കെട്ടിടങ്ങളെല്ലാം ഇടിച്ചു മാറ്റി പഴയ രീതിയിൽ ഓടകൾ പുനർനിർമ്മിച്ചു. വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലുകളും തോടുകളും നവീകരിച്ചു. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കുക, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നിവയെല്ലാം ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിരുന്നു. എന്നാൽ വൻകിട കയ്യേറ്റങ്ങളിലേക്ക് അനന്ത കടന്നതോടെ ഓപ്പറേഷൻ നിലച്ചു. ഓപ്പറേഷൻ അനന്തയുടെ നാവ് പിഴുതു. തൈക്കാട് നിന്നടക്കം നീർച്ചാലുകൾ കൊണ്ടുവന്ന് ആമയിഴഞ്ചാൻ തോട്ടിൽ ചേർത്ത് നഗരത്തിലെ വെള്ളക്കെട്ട് പൂർണ്ണമായും പരിഹരിക്കാവുന്ന 2ാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോലുമായിട്ടില്ല. തുടങ്ങി വച്ചതെല്ലാം അതോടെ പാഴായി. ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യവും മണ്ണും ചെളിയും നിറഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നഗരം മഴയിൽ മുങ്ങിയതോടെ വീണ്ടും ആമയിഴഞ്ചാൻ തോട് പുനരുജ്ജീവനം ചർച്ചയായി. ആമയിഴഞ്ചാൻ തോട് നവീകരണത്തിനായി 25 കോടി രൂപയാണ് അനുവദിച്ചതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ കോടികൾ തോടിലൂടെ ഒഴുകിപ്പോയതല്ലാതെ ഒന്നും മാറിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ വലിയ ദുരന്ത മുനമ്പിലേക്ക് നഗരമെത്തി. പരസ്പരം പഴിചാരി നഗരസഭയും റെയിൽവേയും കൈയൊഴിയുമ്പോൾ അല്ലെങ്കിൽ കൈ കഴുകുമ്പോൾ മാലിന്യക്കൂമ്പാരത്തിൽ കുടുങ്ങി മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ ജീവന് ആര് സമാധാനം പറയുമെന്നുകൂടി ഇവർ പറയണം.